Watch full episodes on Jio Hotstar. പത്തുലു ഈ സ്റ്റിയറിംഗ് ഒന്ന് പിടിക്കൂ. ഞാൻ ഈ മുട്ടയൊന്ന് വൃത്തിയാക്കട്ടെ. അയ്യോ, ഈ ബോണറ്റിന് വല്ലാത്ത ചൂടാണല്ലോ. പത്തുലു ഒരു ബ്രേക്ക് എടുത്താലോ? കണ്ടില്ലേ ഞാൻ എത്ര നല്ല ഓംലേറ്റാ ഉണ്ടാക്കുന്നതെന്ന്. എന്റെ മോട്ടു, ഈ തീറ്റയൊന്നും നിർത്ത്. വേഗം അകത്തേക്ക് വരൂ. കള്ളനെ പിടിക്കണമെങ്കിൽ അവന്റെ കൂടെ തന്നെ പോകണം. പത്തുലു ബ്രേക്ക് ചവിട്ട്. മേഡം ഒന്ന് വേഗം തരൂ മേഡം, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ. താങ്ക് യു. താങ്ക് യു മേഡം. നിന്റെ വയറ് നിറഞ്ഞെങ്കിൽ വേഗം അകത്തേക്ക് വാ. ഇത്തവണ നിങ്ങൾ രക്ഷപ്പെട്ടു മോട്ടു പത്ലു. പിന്നെ ഇത് ആവർത്തിച്ചെന്ന് വരില്ല. ഇനി വെറും 30 മണിക്കൂർ മാത്രം. 30 മണിക്കൂർ. ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പിൽ വാ. വരും, തീർച്ചയായും വരും. പക്ഷേ റേസ് കഴിഞ്ഞതിന് ശേഷം മാത്രം. എല്ലാ കാലത്തും ഇതാ ഓരോന്നായി ഓവർടേക്ക് ചെയ്ത് മോഡേൺ സിറ്റിയിലേക്ക് ഇതാ കടന്നിരിക്കുകയാണ്. ഇനി കഴിയുന്നത്ര സ്പീഡിൽ മോഡേൺ സിറ്റിയെ ക്രോസ് ചെയ്യേണ്ടതാണ്. ഇതാ നോക്കൂ, ഫ്ലൈ ഓവറിലൂടെ ഓരോ കാലവും പാഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതും അതിവേഗത്തിലാണ്. ആരും പരസ്പരം വിട്ടുകൊടുക്കാത്ത രീതിയിലാണ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ബട്ടർഫ്ലൈ കാർ ഇതാ വെട്ടിക്ക് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മോട്ടു പത്ലുവിന്റെ കാറിനെ ഓവർടേക്ക് ചെയ്ത് മുന്നിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മോട്ടു പത്ലുവിന്റെ കാറിന് മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ല. അവർക്കും അതിനാൽ പോകാൻ സാധിക്കുന്നില്ല. മോട്ടു പത്ലു മുന്നോട്ട് വരാൻ വേണ്ടി കഴിയാവുന്ന ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ നോക്ക് എന്ത് സ്പീഡിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ബട്ടർഫ്ലൈ കാർ മോട്ടു പത്ലുവിന്റെ കാറിനെ ക്രോസ് ചെയ്യുകയാണ്. ഇത് അവരെ വേണ്ടി ഇതാ വളരെ ദൂരം പോയിരിക്കുകയാണ്. ബാക്കി കാർ ഒന്നിനു പുറകെ ഒന്നായി കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കണ്ടറിയാം ഏത് കാറായിരിക്കും മുന്നിലേക്ക് വരുന്നതെന്ന്, പിന്നെ ഏത് കാറാണ് പിന്നിലാവുന്നതെന്നും. എല്ലാവരും തമ്മിൽ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ജോക്കറിന്റെ കാർ എല്ലാരെക്കാളും മുന്നിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോക്കർ വളരെ സമാധാനത്തോടെയാണ് വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. റേസ് ഇതാ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതാ വരുന്നു മ്യൂസിക്കൽ കാർ. ഓരോ കാറിലെ ഓവർടേക്ക് മുന്നിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വാശിയേറിയ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതാ കാണാം, അവരിതാ മെയിൻ്റനൻസ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്റെ അമ്മോ മോട്ടു, നിങ്ങൾ വളരെ പുറകിലാണ്. ആരാ അത്? ആരായി പുകയിട്ടത്? ആരാന്ന്?
അല്ല, ഇതൊരു പുതിയ ഫാഷൻ ആണല്ലോ. മൂക്കില് ഞണ്ട്, ചെവിയില് മീന്. പത്തലോ, ഇത് ഫാഷൻ അല്ല, മത്സ്യത്തിനൊക്കെ എടുക്കൂ. ഈ ഷോ കാണിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. നീ ഇരിക്ക്, ഞാൻ വണ്ടി എടുക്കട്ടെ. മോട്ടുപത്ലന്റെ കാർ ഏറ്റവും പുറകിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മുന്നിലേക്ക് പോകാൻ അവർ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അവർ അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിക്കേണ്ടി വരുന്നതാണ് തോന്നുന്നത്. എല്ലാ കാറുകളും വളരെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരും തന്നെ വിട്ടുകൊടുക്കുന്നില്ല. മോട്ടുപത്ലന്റെ കാർ ഇതാ ഒരു കാറിനെ ഓവർടേക്ക് ചെയ്തിരിക്കുന്നു. ഇതാ മറ്റൊരു കാറിനെ ഓവർടേക്ക് ചെയ്തിരിക്കുന്നു. ഇതാ മൂന്നാമത്തെ കാറിനെ ഓവർടേക്ക് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് അവർ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഡേറ്റിന്റെ അവസാനിക്കാനായിരിക്കുന്നു. ഇവിടെയായിരിക്കും ഇന്നത്തെ നൈറ്റ് ഹോൾ. ഓരോ കാലത്തും ആ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വണ്ടികളും ഇപ്പോൾ ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സ്ഥലത്ത് വെച്ചായിരിക്കും നാളെ ഫൈനൽ റൗണ്ട് തുടങ്ങുന്നത്. ഇന്നിവിടെ നൈറ്റ് ഹോൾട്ട് ആണ്. ഇതാ സ്കോർ ബോർഡിലേക്ക് നിങ്ങൾ നോക്കൂ. ബ്ലാക്ക് കാറാണ് മുന്നിൽ നിൽക്കുന്നത്. അതിനുശേഷം ഗ്രീൻ കാർ, പിന്നെ ഹെവി മെറ്റൽ കാർ, പിന്നെ ബട്ടർഫ്ലൈ, പിന്നെ മോട്ടുപത്ലന്റെ കാർ. ഇത് ആളുകളെ ആഹ്ലാദത്തോടെ കാറുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ ഇവർക്ക് നൈറ്റ് ഹോൾട്ട് ആയിരിക്കും. ഇതുവരെയായിട്ട് ആ കള്ളനെ കുറിച്ച് ഒരു വിവരവും നമുക്ക് കിട്ടിയിട്ടില്ല. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. നമ്മുടെ കയ്യിൽ ഒരു നല്ല ക്ലൂ ഉണ്ട്. അവനൊരു പ്രത്യേക രീതിയിലാണ് ചിരിക്കുന്നത്. വരൂ, നമുക്കൊരു കോമഡി സ്റ്റന്റ് കാണിച്ചിട്ട് അവനെ ചിരിപ്പിക്കാം. അപ്പൊ അവൻ ചിരിക്കുമ്പോ നമുക്ക് പിടിക്കാലോ. ഓ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ആദ്യം നിങ്ങൾ ഇത് പറഞ്ഞതാ അവൻ എങ്ങനെയാ ചിരിക്കുന്നതെന്ന്. അതാവുമ്പോ ഞങ്ങൾക്ക് അവനെ തിരിച്ചറിയാവല്ലോ ചങ്ക്. ഇത് അവന്റെ ഫോണാണ്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം അവന്റെ ചിരി എങ്ങനെയാണെന്ന്. ഇനി വെറും 24 മണിക്കൂർ ബാക്കി. നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ മുന്നിൽ പാടാ. വരൂ, നമുക്ക് കുറച്ച് സ്റ്റണ്ട് കാണിച്ചിട്ട് ആ കള്ളനെ ചിരിപ്പിക്കാം. ഡോക്ടർ ജഡ്കയും ഗസീട്ടാറാമും ചിങ്കം സാറും ആ ചിരി കേട്ട ആ കള്ളനെ കണ്ടുപിടിക്കണം. അടിപൊളി തകർത്താശാനെ.
എന്റെ മക്കളെ എന്നെ വിളിച്ചോണ്ട് പോ. ഡോക്ടർ ചെടുക്ക എന്തെങ്കിലും തുമ്പ് കിട്ടിയോ? ചിങ്കം സാറ് കണ്ടുപിടിക്കാൻ പറ്റിയോ? ഹലോ ആന്റി, നിങ്ങൾ പിടിക്കപ്പെട്ടിരിക്കുന്നു മോഷ്ടിച്ചതിന്. വേഗം ആവട്ടെ, ആ ഗോൾഡൻ കാർ എവിടെയുള്ളെന്ന് പറയൂ, ഇല്ലെങ്കിൽ പോലീസ് വരുന്നതായിരിക്കും. എന്ത്? എന്നെ കള്ളിന്ന് വിളിക്കുന്നോ? ടോമി ഷൂ. അല്ല, ടോമി ഇല്ലാതെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ലേ? മോട്ടു സൂക്ഷിച്ച്. എന്റെ ചേട്ടാ ഒന്ന് സഹായിക്കൂ, ഈ ഡോഗിന്റെ അടുത്ത് ഞങ്ങളെ രക്ഷിക്കൂ. ഈ ആന്റി ഒരു കള്ളിയാണ്, മഹാകള്ളി. പക്ഷേ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. എന്റെ പൊന്നാന്റി, സോറി സോറി. ടോമി കം ബാക്ക്. താങ്ക് യു മാസ്ക് ഇട്ട ചേട്ടാ. നിങ്ങൾ മാത്രം ഇല്ലായിരുന്നെങ്കിൽ ടോമി ഞങ്ങളെ കടിച്ചു പറിച്ചേനെ. മാസ്ക് ഇട്ട ചേട്ടനോ? എന്റെ മോട്ടു ഇത് തന്നെയാ കള്ളൻ. കണ്ടില്ലേ മുഖത്ത് മാസ്ക് വെച്ചിരിക്കുന്നത്? നിന്റെ ഈ മാസ്ക് നീ ആയിട്ട് ഊരുന്നോ അതോ ഞാൻ ഊരണോ? വെറും 10 മണിക്കൂർ മാത്രം.
അവന്മാർ രണ്ടുപേരും അവിടെ ഇടിച്ചിടിച്ച് വഴക്കുണ്ടാക്കട്ടെ. നമുക്ക് ഈ അവസരം മുതലാക്കി മുമ്പിലെത്താം. എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ആലോചിക്കൂ. എന്താ ചെയ്യാ? ഐഡിയ ദേ കണ്ടോ, റെയിൽവേ ട്രാക്ക്. ബാക്കിയുള്ള കാറുകൾ 10 കിലോമീറ്റർ കറങ്ങിയാണ് ഈ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുന്നത്. ആ ക്രോസിംഗ് കഴിഞ്ഞാ പിന്നെ അടുത്തത് മെയിന്റനൻസ് പോയിന്റ് ആണ്. ഡോക്ടർ ജഡ്കയും ബാക്കിയുള്ളവരും അവിടെ കാണും. വാ മോട്ടു, നമുക്ക് കാറ് ട്രാക്കിന്റെ മുകളിൽ കൂടി ഓടിക്കാം. സമോസ കഴിച്ചിട്ട് പണി തുടങ്ങിക്കോ.
നമ്മളിപ്പോ എല്ലാവരെക്കാളും മുൻപിൽ റെയിൽവേ ക്രോസിംഗ് പോയിന്റിൽ എത്തുമല്ലോ. Done. Oh, best of luck, Jangu. Watch India's largest kids library only on Jio Hotstar. Download the app now.